നമ്മുടെ വെള്ളക്കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള സോസ് പാനിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ മാവ് കൂടിപ്പോയിട്ട് ചെറിയ പാത്രമായാൽ കലത്തപ്പം കാണാൻ വേണ്ടി ഒരു മൊഞ്ചും ഉണ്ടാവില്ല, കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റും ഉണ്ടാവില്ല, കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. പിന്നെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ മാവ് അങ്ങോട്ട് കുറയാനും പാടില്ല. ഒരു 3 കപ്പൊക്കെ പച്ചരി എടുക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാരാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതാണിത്. അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ആ പച്ചരി മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. ഇപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ വേണം. ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തേങ്ങൻ്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുത്തരിച്ചോറാണ്. അതുകൊണ്ട് ചെറിയൊരു കളർ ഡിഫറൻസ് നമ്മുടെ കലത്തപ്പത്തിന് വരും. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ചോറാണെങ്കിൽ കലത്തപ്പത്തിന് കളർ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളി അരിഞ്ഞതാണ്. ഇതിപ്പോൾ അരക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കൂടുതൽ അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, അരക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മാവ് അരച്ചതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കണം. ഇത് ഫൈനായിട്ട് അരക്കണം എന്നില്ല, ചില ഭാഗത്ത് ഇത് ഫൈനായിട്ട് അരക്കാറുണ്ട്, ചിലരിത് ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുക്കാറുള്ളത്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുക്കുന്നത്. കൂടി പോകാൻ പാടില്ല, കൂടുതൽ അങ്ങ് അരിയൊന്നും കാണാൻ പാടില്ല, ചെറിയൊരു തരിതരിപ്പ്. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തത്, പിന്നെ ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയുള്ളത്. അധികം അങ്ങ് ലൂസും അല്ല, അധികം അങ്ങ് കട്ടിയും അല്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പും കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറഞ്ഞാൽ നമ്മുടെ കലത്തപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നിങ്ങളെ പാകത്തിനാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് വെള്ളം, ഇതൊരു കറക്റ്റ് പാകമാണ്. മാവ് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സോസ് പാനിൽ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലോ, അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കലത്തപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ചേർക്കുമ്പോൾ ആ മുകളിലേക്ക് വന്ന ഉള്ളിയും നെയ്യൊക്കെ ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. ഇതിപ്പോൾ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 35-40 മിനിറ്റ് വേണ്ടി വരും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കത്തിപ്പോകുന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു പാൻ വെക്കണം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കലത്തപ്പം ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തിനൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് കുത്തി നോക്കുകയാണ്. ഇപ്പോൾ കത്തി ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്, ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി മുകൾ ഭാഗം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മുകൾ ഭാഗം വെന്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പമാണിത്. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എരിവുള്ള ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നിട്ട് സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്